1887 നിപ്പോൺ ഗാഹി ഇൻസ്ട്രുമെന്റ് മേക്കിംഗ് കമ്പനിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള യമഹ എന്ന കമ്പനിയുടെ തുടക്കം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് യമഹയുടെ ഏറ്റവും പുതിയ FZXന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ വാഹനം ഒരു പക്ക റെട്രോ ക്ലാസിക് ഒരു ലുക്കൊക്കെ നമുക്ക് തരുന്നുണ്ട്. നമുക്കൊരു ന്യൂ ജനറേഷൻ മിററും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ക്ലസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ വൈസറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ഒരു ക്ലസ്റ്റർ അപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് നമ്മൾ കാണുന്ന ക്ലസ്റ്റർ. അതിൻ്റെ താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്. അതിൻ്റെ ചുറ്റിലും നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള വൈറ്റ് DRL കാണാം. ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് രാത്രി നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് വിസിബിലിറ്റി. ഇതിൻ്റെ DRL ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതുമാത്രമല്ല LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമ്മുടെ യമഹയുടെ ഇതിനു മുമ്പുള്ള ബൈക്കുകളിലുള്ള ആ ഒരു ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇത് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. വാഹനത്തിൻ്റെ ലൈറ്റുകളെല്ലാം LED ലൈറ്റുകളാണ്. ആ ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ എന്തിട്ടല്ല ക്വാളിറ്റി, അടിപൊളിയായിട്ടില്ലേ? ആ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കിയാലോ, ടെലസ്കോപ്പിക് ഫോർക്ക് 41 mm ഇന്നർ ട്യൂബ് ഡയമീറ്റർ വിത്ത് ഫോർക്ക് ബൂട്ടാണ് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. നല്ല ഫ്രണ്ടിൽ അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ലൊരു മഡ് ഗാർഡ് ഒക്കെ കാണാം. 17 ഇഞ്ചിൻ്റെ വീൽസാണ് ഫ്രണ്ടിൽ വരുന്നതും ബാക്കിൽ വരുന്നതും. നല്ല സ്പോക്സ് ഒക്കെ കാണാൻ പറ്റുമല്ലേ വീൽസിൽ. 282 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്, 220 mm ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. ഇതിൽ സിംഗിൾ ചാനൽ ABS ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. 3 കളേഴ്സിലാണ് ചെക്കൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഞാൻ നോർമലി എൻ്റെ ഭാഷയിൽ പറയാം, ബ്ലൂ കളർ, അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഓറഞ്ച് കളർ, പിന്നെ നമ്മുടെ ഒരു മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞുള്ള ഒരു എഡിഷൻ. ഈ ഒരു 3 കളേഴ്സിലാണ് ചെക്കൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല 3000 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആ ടാങ്കിൻ്റെ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ ആ ബ്ലാക്ക് ആ ഓറഞ്ച് കോമ്പിനേഷനൊക്കെ നോക്കിയാൽ FZX എന്നൊക്കെ ആ ഒരു പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കണ നോക്കിയാൽ ബ്ലാക്കിൽ മാറ്റ് കളറിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ടാങ്കിൻ്റെ താഴ്വത്തൊക്കെ ആയിട്ട് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുമാത്രമല്ല 60 to 65 വരെയാണ് നമുക്ക് ഹൈവേ മൈലേജ് ക്ലെയിം ആവുന്നത്. നമുക്ക് എൻജിൻ സൈഡിലേക്ക് നോക്കിയാലോ, 150 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാട്ടാ വരുന്നത്. അതുമാത്രമല്ല നമുക്ക് 12 പീസ് പവറും 13.3 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ യമഹ എന്നുള്ളൊരു സ്റ്റിക്കറൊക്കെ കാണാൻ സാധിക്കും. യമഹയുടെ ലോഗോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 3 ട്യൂണിങ് ഫോർക്ക്. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ വാഹനം ഇവിടം വരെ എത്തി നിൽക്കുന്നത്. സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലൊരു കുഷനിങ് കിട്ടുന്നുണ്ട്. ഒരു ഡുവൽ ടോൺ ആയിട്ടാണ് സീറ്റ് വരുന്നത്, ഒരു ബ്ലാക്കും നൈസ് ഒരു ഗ്രേ ആയിട്ടും. ബാക്ക് വസ്തിക്ക് വരുമ്പോൾ ഒരു കിടിലൻ ഗ്രാബ് റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ നോർമൽ ഇതിനു മുമ്പുള്ള ബൈക്കുള്ള ഒരു ഗ്രാബ് റെയിൽസ് ആണ്. ബാക്ക് ടയറും നമ്മൾ പറഞ്ഞു 17 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അവിടെ നമുക്ക് 220 mm ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സൈലൻസറാണ്. അത്യാവശ്യം ലെങ്ത്ത് കുറവുള്ള ടയറിൻ്റെ ഒരു പകുതി വരെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ലൊരു ക്വാളിറ്റി ഉള്ള എക്സോസ്റ്റ് നോട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും. ബാക്ക് സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു ഗാർഡൊക്കെ കാണാം. പിന്നെ ബാക്കിൽ നമ്മുടെ ടയറിന് മുകളിൽ മഡ് ഗാർഡൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അതൊക്കെ നമുക്ക് മേക്ക് ചെയ്തേക്കണത്. ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 2020 mm, ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 785 mm, ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1115 mm, സീറ്റ് ഹൈറ്റ് 810 mm, വീൽ ബേസ് 1330 mm ആണ് വരുന്നത്. 165 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം ഒരു 6 അടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മുടെ ന്യൂട്രൽ, അതുപോലെ ഗിയർ ഇൻഡിക്കേഷൻ, ABS ഇതെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും, ഇൻഡിക്കേറ്റർ, പിന്നെ നോർമൽ ഹോൺ കേട്ടോ. പിന്നെ പാസ് ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പാസ് ലൈറ്റ് കണ്ട, ഇവിടെ പാസ് ലൈറ്റിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ക്ലസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ ഓൺ ആയിട്ടുള്ളത് കാണാം. നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി വെക്കട്ടോ വാഹനം. എൻ്റെ മോനെ, വളരെ ലളിതമായിട്ടുള്ള ഒരു ക്ലാസിക് നോയ്സാണ് നമുക്കിതിൽ കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. സിമ്പിൾ നോയ്സ്. നിങ്ങൾക്ക് എന്തോരം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ സിറ്റിയിലാണ് നിൽക്കുന്നത്. നല്ല ഒച്ച പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് സൈലൻസറിൽ നിന്ന് വരുന്ന ഔട്ട്. എങ്ങനെയുണ്ട്? ചെമ്പായിട്ടില്ലേ, ഇപ്പം അടച്ചിട്ടില്ലേ? വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഗംഭീര ഒരു ഇരിപ്പാട്ടാണ്. നമുക്കൊരു പല ആംഗിളിലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലേ. എങ്ങനെയുണ്ട് ക്ലസ്റ്ററിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വാഹനം. 1,37,000 രൂപയാണ് ഇവൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഓൺ ദ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം നമ്മുടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഓരോ മാസം നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് പ്രൈസിൽ വരുന്നതുകൊണ്ടാണ് ഓൺ ദ റോഡ് പ്രൈസ് ഞാൻ ഇതിൽ പറയാത്തത്. നമ്മുടെ LCD
ഈ ക്ലസ്റ്ററിലുണ്ടല്ലോ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ആപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ടിവിറ്റി കിട്ടും കേട്ടോ. എങ്ങനെയുണ്ട്? അതും പൊളിച്ചില്. ഇനി നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ വാഹനത്തിൽ കീട്ടിത്തിരിക്കുന്ന ആ ഒരു ഹോളിൽ ആ ഭാഗത്ത് ഒരു 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സംവിധാനം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ എക്സ്ട്രാ ചാർജർ അതിൽ കുത്താളത് കരുതണം. ഈ ഒരു ഭാഗത്താണ് വാഹനം ഓൺ ആക്കാനുള്ള ഒരു കീ ഉള്ള ഒരു സ്വിച്ചിങ് ഒരു ഭാഗം വരുന്നത് കേട്ടോ. തൃശ്ശൂരുള്ള യുനോ മൊബൈൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഓഫേഴ്സും ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം.